പത്തനംതിട്ട കോന്നിയിൽ വനംവകുപ്പ് ഓഫീസിൽ കയറി ഭീഷണി മുഴക്കി KU ജനീഷ് കുമാർ MLA. കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞതിൽ വനപാലകർ അന്യായമായി പ്രദേശവാസികളെ കസ്റ്റഡിയിലെടുക്കുന്നുവെന്ന് ആരോപിച്ചാണ് ജനീഷ് കുമാർ ഭീഷണി മുഴക്കിയത്. വന്യമൃഗശല്യം രൂക്ഷമായാൽ നക്സലിസം വീണ്ടും വരുമെന്ന അർത്ഥത്തിലാണ് കടുത്ത വാക്കുകൾ പ്രയോഗിച്ചതെന്ന് MLA പറഞ്ഞു. MLAയുടെ നടപടി തെറ്റായിപ്പോയെന്ന അഭിപ്രായം പാർട്ടിക്കില്ലെന്ന് CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം വ്യക്തമാക്കി. പത്തനംതിട്ട കോന്നി കുളത്തുമണ്ണിൽ കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞ സംഭവത്തിൽ ഭൂവുടമയുടെ സഹായിയെ പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് ചോദ്യം ചെയ്യാൻ വനപാലകർ വിളിപ്പിച്ചിരുന്നു. കാട്ടാന ചരിഞ്ഞതിന്റെ പേരിൽ പ്രദേശവാസികളെ വനപാലകർ ഉപദ്രവിക്കുകയാണ് എന്നാരോപിച്ചാണ് KU ജനീഷ് കുമാർ MLA പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് എത്തിയത്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തെളിവ് ഹാജരാക്കണമെന്ന് KU ജനീഷ് കുമാർ MLA വനപാലകരോട് ആവശ്യപ്പെട്ടു. ഫോറസ്റ്റ് ഓഫീസ് കത്തിക്കുമെന്നും രണ്ടാമതിവിടെ നക്സലുകൾ വരുമെന്നും KU ജനീഷ് കുമാർ MLA ഭീഷണിപ്പെടുത്തി. രണ്ടാമത് ഇവിടെ നക്സലുകൾ വരും, മനസ്സിലായോ? നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത്? അവിടെ ജനങ്ങൾ പ്രതിഷേധിച്ച് നിൽക്കുക, ആന വന്നിറക്കുന്നത്, എന്നിട്ട് പാവങ്ങളെല്ലാം പിടിച്ചോണ്ടെങ്കിൽ പോരുക. വന്യമൃഗശല്യത്താൽ ജനം പൊറുതിമുട്ടിയിരിക്കുകയാണെന്നും ആ അർത്ഥത്തിലാണ് നക്സൽ എന്ന വാക്ക് താൻ ഉപയോഗിച്ചതെന്നും KU ജനീഷ് കുമാർ MLA വ്യക്തമാക്കി. ആന ഷോക്കേറ്റിച്ചു മരിച്ചു. അതിൽ ആ പ്രദേശത്തുള്ള ആളുകളെ ഓരോരുത്തരെ കസ്റ്റഡിയിലെടുക്കുകയാണ്. കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുക, കുറെ സമയം ഫോറസ്റ്റ് സ്റ്റേഷൻ വെക്കുക, പിന്നെ വിട്ടേക്കുക, ഭീഷണിപ്പെടുത്തുക, എങ്ങനെയെങ്കിലും പ്രതികളാക്കി അടിച്ചേൽപ്പിക്കുക. അതാണ് അവർ ലക്ഷ്യം വെച്ചത്. ആ ഘട്ടത്തിലാണ് അവിടെ ചെന്ന് ഇടപെടേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. ഇനി അന്വേഷണത്തിന്റെ ഭാഗമായി വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ നോട്ടീസ് കൊടുത്ത് വിളിപ്പിച്ചാൽ അയാൾ വരുമല്ലോ, സ്റ്റേറ്റ്മെന്റ് എടുത്തിക്കാവല്ലോ. അങ്ങനെയൊന്നും ചെയ്യാതെ വനം വകുപ്പ് അവിടെ ഒരു ഗുണ്ടാ രീതിയിൽ ഇടപെടുന്നു. ജനങ്ങൾ വലിയ പ്രതിഷേധത്തിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇടപെടേണ്ടി വന്നത്. നാട്ടിൽ വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് KU ജനീഷ് കുമാർ MLAയുടെ പ്രതികരണമെന്നും MLAയുടെ നടപടി തെറ്റാണെന്ന് പാർട്ടിക്ക് അഭിപ്രായമില്ലെന്നും CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം റിപ്പോർട്ടറിനോട് വ്യക്തമാക്കി. ഇത്തരം ഒരു സാഹചര്യത്തിൽ ജനീഷ് കുമാർ പറഞ്ഞു പോകും, സ്വാഭാവികമല്ലേ? കാരണം ഇവിടെ മരണവെപ്രാളത്തിൽ ജീവൻ കൈവച്ചാണ് ജനങ്ങൾ അവിടെ ജീവിക്കുന്നത്. ആ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വം ജനീഷ് കുമാർ എന്ന MLAക്കുണ്ട്. അതുകൊണ്ട് തന്നെ തീക്ഷ്ണമായ ചിലപ്പോൾ പ്രതികരണം വന്നിട്ടുണ്ടാവാം. പക്ഷെ അത് ആ സന്ദർഭത്തിൽ നടത്തിയ പ്രതികരണമാണ്, അതിനകത്തൊരു തെറ്റും ഉണ്ടാവില്ല. കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞ സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണെന്നും വിശദമായ റിപ്പോർട്ട് ലഭിച്ച ശേഷം പ്രതികരിക്കാമെന്നും കോന്നി DFO ആയുഷ് കുമാർ അറിയിച്ചു. റിപ്പോർട്ടർ പത്തനംതിട്ട.